ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമയെ കുറിച്ചിട്ട് പറയുന്ന ഒരു രക്ഷയില്ലാത്ത സൂപ്പർ ഡൂപ്പർ ഫൺ എൻ്റർടൈനറാണ്. അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. പിന്നെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിപിൻ ദാസ് ആണ്. പുള്ളിയുടെ മുമ്പത്തെ സിനിമ നോക്കിയാണ് ജയ ജയ കൂടി നല്ലൊരു ഫൺ എൻ്റർടൈനർ ആയിരുന്നു. ഒരു നല്ല പ്ലോട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ് ജയ ജയ കൂടി. ഈ സിനിമ നന്നായിട്ടുണ്ട്. ഒരു കല്യാണം രീതിയിലാണ് പോകുന്നത് സിനിമ. ഡയറക്ഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാം നന്നായിട്ടുണ്ട്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ വർക്കൊക്കെ. പിന്നെ ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കിഡിലെ മ്യൂസിക് ആയിരുന്നു ആ കൃഷ്ണ സോങ്. പിന്നെ അവസാന ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. കിഡ്കാച്ച് ഐറ്റമായിരുന്നു അവസാനത്തെ ക്ലൈമാക്സ് സ്കോറൊക്കെ. പിന്നെ സിനിമയുടെ മ്യൂസിക്കൊക്കെ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ സിനിമ മൊത്തത്തിൽ പോട്ടെ, അത്ര ബോറടി ആയിട്ട് തോന്നിയിട്ട്. എന്നാലും മ്യൂസിക് നന്നായിട്ട് ഒരു ഈ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് സിനിമയാണ്. അത്രയ്ക്ക് നന്നായിട്ടുണ്ട് മ്യൂസിക്കൊക്കെ. പിന്നെ മ്യൂസിക് ഡയറക്ടർ ആരാന്ന് വെച്ചാൽ അങ്കിത് മേനോനാണ് മ്യൂസിക്കൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. കിടിലൻ വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറീൻ്റെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ സ്റ്റോറിയാണ്. അതായത് ഒരു കല്യാണം നടക്കുന്ന കുറിച്ചിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. ത്രൂ ഔട്ട് നല്ലൊരു ഫൺ രീതിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അൻഷര രാജൻ, യോഗി ബാബു, അങ്ങനെ ഒരുപാട് താരനിരയുള്ള ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജ് ബേസിൽ ജോസഫിൻ്റെ കോംബോ ആണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരുടെ പെർഫോമൻസ് ഒക്കെ വേറെ ലെവൽ വൈബായിരുന്നു സിനിമയിൽ ത്രൂ ഔട്ട്. പിന്നെ സിനിമയിൽ യോഗി ബാബു കൂടിയുണ്ട്. യോഗി ബാബുക്ക് അത്രയ്ക്കൊരു സ്ക്രീൻ പ്രസൻസ് ഒന്നുമില്ല, എന്നാലും പുള്ളി ആ കൊടുത്ത ക്യാരക്ടറിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിഖില വിമൽ ആയാലോ അൻഷര രാജ് ആയാലോ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുന്ന എല്ലാവരും കൊടുത്ത ക്യാരക്ടറിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ബേസിൽ ജോസഫിന്റെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ദിലീപ് ഏട്ടനെ പോലെയാണ് കണ്ടുകൊണ്ടുണ്ടായത്. അതായത് പുള്ളിയുടെ ആ പെർഫോമൻസ്, പിന്നെ എക്സ്പ്രഷൻസ്, ഹ്യൂമർ ഡെലിവറി, ഇതൊക്കെ കാണുമ്പോൾ ദിലീപ് ഏട്ടൻ പോലെ തന്നെയാണ് എനിക്ക് കണ്ടുകൊണ്ടുണ്ടായത്. പിന്നെ ഈ സിനിമയിൽ കൂടുതലായിട്ട് ഹ്യൂമർ ഒന്നും ഇല്ല ഇനി, പക്ഷേ ചില ക്യാരക്ടർ എൻട്രി ആകുമ്പോഴൊക്കെ നല്ലൊരു ഫണ്ണായിരുന്നു. പിന്നെ ഈ സിനിമയിൽ വേണ്ടാന്ന് പറഞ്ഞത് എനിക്ക് തോന്നിയത് ക്ലൈമാക്സിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു. അതെനിക്ക് വേണ്ടാന്ന് തോന്നി. അതില്ലെങ്കിൽ സിനിമ നന്നായിട്ട് പോട്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ സിനിമയിൽ ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ സെറ്റ് വർക്ക് ഇട്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല. ഇത്രക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഒരു രക്ഷയില്ലാത്ത സെറ്റ് വർക്കായിരുന്നു. ഈ സുനിൽ കുമാറാണ് സെറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല മച്ചാൻ, അടിപൊളി സെറ്റ് വർക്കായിരുന്നു. റിയലിസ്റ്റിക് ഗുരുവായൂർ അമ്പലം പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് കിടിലൻ സെറ്റ് വർക്കായിരുന്നത്. പിന്നെ VFX CG വർക്കൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ സൈഡിൽ എല്ലാവരും നല്ലൊരു ഫെൻറ്റാസ്റ്റിക് ജോബാണ് ചെയ്തിരിക്കുന്നത്. വിഷ്വൽ ആയാലും സിനിമാറ്റോഗ്രാഫി ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെയൊന്നുമില്ല. ബോത്ത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു ഫൺ ഫീൽഡ് എൻ്റർടൈനറാണ്. നല്ല ഒരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ്. എല്ലാ തരത്തിലുള്ള ഓഡിയൻസിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ സിനിമ എനിക്ക് നന്നായിട്ട് വർക്കായി. പിന്നെ സിനിമ കാണാത്തവരാണോ പോയിട്ട് കണ്ടോളി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. അപ്പോൾ ബൈ.